ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നീട് കൃഷ്ണമോൾ മനുവിനെ വിളിക്കുന്നുണ്ട്. കോടതിയിലേക്ക് അരിയേട്ടനെയും രോഹിതേട്ടനെയും കൊണ്ടുപോകുന്നത് ടി വിയിലൂടെ കണ്ടു. എന്തൊരു തിക്കും തിരക്കുമായിരുന്നു. അവർക്ക് എന്ത് ദേഷ്യമാണ്. അവരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ പിച്ചി ചീന്തിയനെ. എത്ര പോലീസുകാരാ. ഇതൊക്കെ എല്ലാരും കാണില്ലേ. മനുവേട്ട, രോഹിയേട്ടന് ഇനി എങ്ങനെ കോളേജിലും പുറത്തുമൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റും എന്നിങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കൃഷ്ണമോൾ. അതിന് മനു പറയുന്നത് കുറ്റം ചെയ്തവർ ശിക്ഷയ്ക്ക് കിട്ടണം മോളെ എന്ന് തന്നെയാണ്. കുറ്റം ചെയ്താൽ ശിക്ഷ കിട്ടണം എന്നു തന്നെയാണ്. അതേസമയം ഡോക്ടർ വരുമ്പോൾ ബാലചന്ദ്രൻ ഡിസ്ചാർജ് ചോദിച്ചു വാങ്ങുന്നുണ്ട്. ഡോക്ടർ, എൻ്റെ മകൻ ജയിലില്ല. 3 പെൺകുട്ടികൾ മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ. അവർ സ്കൂളിലും കോളേജിലും ഒന്നും പോകുന്നില്ല എന്ന് പറയുന്നു. ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു എന്ന് തോന്നുന്നു. ബാലചന്ദ്രൻ വീട്ടിലെത്തുന്നുണ്ട്. കൃഷ്ണമോൾക്ക് സന്തോഷമായി. സുലോചന ഡോർ തുറന്നപ്പോഴേക്കും ബബിതയും അലീനയും ഒക്കെ ഓടി വരുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന വൈജയെ കാണിക്കുന്നു. നഴ്സ് വന്ന് എന്തോ ചോദിച്ചപ്പോൾ വൈജ പറയുന്നത് ഉപദേശിക്കാനാണോ? വേണ്ട, നിങ്ങൾക്ക് എൻ്റെ വീട്ടിലെ സ്ഥിതി അറിയാൻ വയ്യാഞ്ഞിട്ടാ. അവിടെ ഒരു ബാധ വന്ന് കയറിയിട്ടുണ്ട്. അതിനെ ഒഴിപ്പിച്ചാലേ അവിടെ സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന്. വൈജയുടെ ദേഷ്യവും വർത്തമാനവും ഒക്കെ കണ്ടിട്ടാവണം നേഴ്സ് പ്രാണനും കൊണ്ടുപോടി. ചോദിച്ചതേ തെറ്റ് എന്ന് തോന്നിയിട്ടുണ്ടാവും ആ പാവം നേഴ്സിന്. ഇനി ബാലചന്ദ്രനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് രോഹിത്തിനെ പുറത്തിറക്കാൻ പറ്റുമോ എന്നറിയാം. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.